ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഇന്നിപ്പോൾ ഒരു ഈവനിങ് റൊട്ടീൻ എടുക്കുക വെച്ചാൽ ഈവനിങ് ടു രാത്രി വരെ കേട്ടോ. രാത്രി വരെയുള്ളൊരു നൈറ്റ് വരെയുള്ളൊരു എന്താണ് നമ്മൾ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് പോയി നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കാണും കേട്ടോ. അപ്പോൾ ഞാനിതാ അമ്പടൂന് അംഗനവാടിയിൽ നിന്നൊക്കെ ഞാനും ഏട്ടനും കൂടി പോയി കൂട്ടിക്കൊണ്ടുവന്ന് ഏട്ടൻ പിന്നെ അമ്മൂടിനായിട്ട് മേലേക്ക് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും കുറച്ചേരം കിടന്നാൽ പിന്നെ മടിയാവും. അപ്പോൾ എന്നാൽ വീടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക, അടിച്ചു വാരിയിട്ടൊക്കെ ഒന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. രാവിലെ തുടക്കലും അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി, പ്രത്യേകിച്ചൊന്നല്ല, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് അവിടെ വീട്ടിലൊക്കെ എത്തി. പിന്നെ അമ്പടൂനെ ഇന്ന് രാവിലെ അംഗനവാടിയിലൊക്കെ ആക്കി. കുറച്ച് ദിവസമായിട്ട് അംഗനവാടിയിലൊക്കെ പോക്ക് കുറവായിരുന്നു. അതിൻ്റെ മുന്നേ വീട്ടിലേക്ക് പോകുന്നതായാലും കുറച്ച് ദിവസം പനിയൊക്കെ ആയിട്ട് പോകലൊന്നുമില്ലായിരുന്നു. അപ്പോൾ നല്ല മടിയായിരുന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഐഡിയകളൊക്കെ പറഞ്ഞ് മെല്ലെ അവിടെ ആക്കി. ആൾക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ദിവസം മടി ആയിരുന്നു. അപ്പോൾ അതാ ഞാൻ പിന്നെ അടിച്ച അരിലൊക്കെ കണ്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അമ്മ ഇവിടെ ഇല്ല കേട്ടോ, അമ്മ തൊഴിലുറപ്പിന് പോയിരിക്കുകയാണ്. പിന്നെ ഷാരു ഇവിടെ ഇല്ല, ഷാരു അതേപോലെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ, വീട്ടിലാണ്. ഇനിയിപ്പം ഞായറാഴ്ച സൺഡേ ആണ് നമ്മളെ കെട്ടുനിറ വരുന്നത് കേട്ടോ. ഏട്ടനും ടാട്ടനും മാല ഇട്ടിട്ടുണ്ട്, സകിലേട്ടനും മാല ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള നമുക്ക് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ മാല ഇട്ടു. നമ്മളെ 41 ആവാനായിട്ടുണ്ട് കേട്ടോ. നോൻപെടുത്ത് 41 ആവാനായിട്ടുണ്ട്. അപ്പം ഇനി സൺഡേ ആണ് അവർ ശബരിമലയ്ക്ക് പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറ്റാണ്. ഏറ്റവും വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ മീൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ ദിവസമായില്ല, എനിക്ക് മീനില്ലാണ്ട് തീരെ പറ്റില്ല, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. എനിക്കറിയില്ല എങ്ങനെ. ഇപ്പോൾ ഈ 2 വർഷം, കഴിഞ്ഞ വർഷവും ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷവും ഏട്ടനും മാല ഇട്ടിട്ടുണ്ട്, ഈ വർഷവും മാല ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല എങ്ങനെ ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് എന്നുള്ളത്. ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു കുറച്ച് മുന്നേ ആയിട്ട് എനിക്ക് ഫുഡിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനേ താല്പര്യമില്ല. ഭക്ഷണത്തിനോട് തന്നെ ഒരു എന്തോ വെറുപ്പ് പോലെ, ഒരു താല്പര്യമില്ലാത്ത പോലെയാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കൊലം കെട്ട് വരുന്നുണ്ട്, നല്ലോണം കൊലം കെട്ടുന്നത്. ഓൾറെഡി മെല്ലിയിട്ടാണ്, ഇപ്പോൾ മെലിയണോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇവിടെ ആരുമില്ല, ഞാനും അമ്പടും ഏട്ടനാണ്. ഏട്ടനും ഒരു രണ്ടാളും മേലെ ഉണ്ട്, അമ്പടും അവിടെ ഏട്ടനായിട്ട് കളിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ അടിച്ച എല്ലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട്. രാവിലെ നമുക്കെല്ലാം കൂടി പിന്നെ കുറേ ആവുമല്ലോ, അപ്പം കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട്. അപ്പം ഏട്ടൻ മലയ്ക്ക് പോകണോണ്ട് അവരെ മുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടലില്ല. നമ്മൾ ബെഡ്ഷീറ്റ്, പുതപ്പ് അങ്ങനത്തെയൊക്കെ ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പം അധികം ഇവരെ മുണ്ട്, തോർത്തുണ്ട് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം അടിച്ചു കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ചിട്ടോ. എനിക്കിപ്പോൾ തീരെ വയ്യാണ്ട് ഉണ്ടെന്ന് അറിയില്ല, വയസ്സായി തുടങ്ങിയോന്നൊരു സംശയം അതില്ല. അപ്പം അടിച്ചു കയറി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ക്ഷീണമായി, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അയ്യോ വയ്യാണ്ടായി. ഇനി ഇവിടെ നമ്മളെ വീട്ടിൽ മറ്റേ ഇരുമ്പിപ്പുളി എന്നാണ് കേട്ടോ നമ്മളവിടെ പറയുക. ഇരുമ്പിപ്പുളി ഉണ്ടായിട്ടുണ്ട്. ഇതിവിടെ ആരും ഉപയോഗിക്കലില്ല, താഴെ കൊഴിഞ്ഞ് പോവുക. അതുപോലെ നമ്മൾ അടുത്തുള്ള അയൽവാസികളൊക്കെ കൊണ്ടുപോകും കേട്ടോ. അടുത്തുള്ള ചേച്ചിമാരും അവരൊക്കെ വന്നിട്ട് പറിച്ചുകൊണ്ട് പോകും, മക്കൾ പറിച്ചുകൊണ്ട് പോകും. സ്കൂളിലേക്ക് പോകണമെന്നിൽ റോഡ് സൈഡിലുള്ള കുട്ടികളൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ള, അല്ലാണ്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യലൊന്നുമില്ല. ഇത് ഇത്ര നല്ല സാധനമൊന്നും അല്ല കേട്ടോ, ആരും വല്ലാണ്ട് യൂസൊന്നും ചെയ്യണ്ട. അതുപോലെ ഇപ്പോൾ പൂവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഒക്കെ ഉണങ്ങി. ഇപ്പോൾ വെയിലൊക്കെ അരച്ചുകൊണ്ട് പിന്നെ മഴയില്ലല്ലോ, അപ്പം പൂവും ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ വെറൈറ്റി പൂവൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നി, അതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട വെച്ചിട്ട് എല്ലാം മുറ്റൊക്കെ അടിച്ച് വരാമെന്ന് വിചാരിച്ച്. മുറ്റത്ത് ചണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം അടിച്ചു വാരും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയി തിരുമ്പാന്ന് വിചാരിച്ചിട്ടോ. ഈ അടിച്ചു വാരൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തീരെ പണിയില്ല കേട്ടോ, പെട്ടെന്ന് കഴിയും. ഇവിടെ ജില്ലയിൽ ഇങ്ങനെ വീഴുന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ അടിച്ചേരി പെട്ടെന്ന് കിട്ടും. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ ഭഗവാനെ പറയാത്ത നല്ലത്, അവിടെ ദുരന്തമാണ്. അവിടെ പിന്നെ അമ്മു ഉണ്ടായതുകൊണ്ട് ഞാൻ ഇരിക്കുന്നതിന് മുന്നേ ചിലപ്പോൾ അടിച്ചെല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പിന്നെ വീട്ടിലായതുകൊണ്ട് നല്ല നേരം വൈകിട്ടാണ് എണീക്കൽ കേട്ടോ. അവിടെ ആയാലും നേരത്തെ എണീക്കുക അങ്ങനെയൊന്നുമില്ല. നേരത്തെ എണീച്ചിട്ട് ഇവിടെ ആരും അങ്ങനെ നേരത്തെ എണീക്കലൊന്നുമില്ല. അപ്പോൾ നേരത്തെ എണീച്ച് നമുക്ക് എങ്ങോട്ടും പോകാനുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നേരത്തെ പോകുന്ന വർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് നേരത്തെ എണീക്കുക. അല്ലാണ്ട് എന്നും ഡെയിലി നേരത്തെ എണീക്കുക, അങ്ങനെ ചെയ്യണം കുടുംബിനി അങ്ങനെയൊന്നും നമ്മളവിടെ ഇല്ല കേട്ടോ. അപ്പം നമ്മൾക്ക് കഴിയണ
പോലെ നമ്മൾ എണീക്കുക. എന്നാൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഉറക്ക് കളഞ്ഞിട്ട് നമ്മളെ ഫ്രസ്ട്രേഷൻ കളഞ്ഞിട്ടൊന്നും നമ്മൾ വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ നൈറ്റ് ഉറങ്ങുകയായാലും നമ്മളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അതിനെ കുറച്ച് ഉറക്കമൊക്കെ ഇതായിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് വരെ. മക്കൾ അതുപോലെ നമുക്ക് നമ്മളതായിട്ടുള്ള പഠിക്കൽ, നമ്മളെ വർക്ക് ചെയ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു 8 മണിക്കൂറെങ്കിലും മാക്സിമം ഉറങ്ങണം. അപ്പം 8 മണിക്കൂറില്ലെങ്കിലും ഒരു 5 മണിക്കൂറെങ്കിലും മാക്സിമം ഉറങ്ങണം എന്നാണ് പറയുക. അപ്പോൾ അത് ഉറങ്ങണം. അല്ലെങ്കിൽ നമുക്ക് ഭാവിക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. തലവേദന വരും, ഓരോ അസുഖങ്ങൾ വരും. അപ്പം പണ്ടുള്ളവരങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പണ്ടുള്ള ആൾക്കാർക്ക് എന്താ പറയുക, ബുദ്ധി ഇല്ലാഞ്ഞിട്ടുള്ളതായിരിക്കും, എനിക്കറിയില്ല. അവരങ്ങനെ പറയാനുള്ള കാരണം അങ്ങനെയായിരിക്കും. നേരത്തെ എണീച്ച് കുളിച്ച് അതുണ്ടാക്കി നല്ലതാണ്. ഒരു പക്ഷേ അതൊക്കെ ചെയ്യണത് നല്ലതാണ്, എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം നമുക്ക് അതിന് പറ്റിയ സാഹചര്യമല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നീങ്ങുക, അത്രേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യുന്നുണ്ട്. നേരത്തെ എണീച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ പണികളൊക്കെ തീർക്കും, സെറ്റാക്കും. നമ്മളിവിടെ അങ്ങനെ ഷെയർ ഇട്ടിട്ടാണ് ചെയ്യുക കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ ആയാലും അമ്മ അധികം അടുക്കളയത്തെ കാര്യങ്ങളാണ് ചെയ്യുക. പിന്നെ ഞാനും ഷാരു ആയിരിക്കും അധികം പുറത്തത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. ഷാരു എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും ആരാന്ന് വിചാരിക്കുന്നുണ്ടാവും. എൻ്റെ മൂത്തശ്ശിയാണ്. മൂത്തശ്ശീന് നമ്മൾ 2 വയസ്സിന്, എൻ്റെ 2-3 വയസ്സിനൊക്കെ മൂത്തതാണ്. അപ്പം പക്ഷെ നമ്മൾ ചേച്ചി അങ്ങനെ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ അച്ചു എന്നാണ് വിളിക്കൽ. എൻ്റെ അധികം എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അച്ചു എന്നാണ് വിളിക്കൽ. എൻ്റെ വീട്ടിലാണ് നിക് നെയിം മിന്നു എന്നാണ് വിളിക്കൽ കേട്ടോ. എൻ്റെ വീട്ടുകാർ ഫുള്ള് മിന്നു എന്നാണ് വിളിക്കൽ. ഇവിടെ ഏട്ടനും മിന്നു എന്നാണ് വിളിക്കൽ. ഏട്ടൻ ആദ്യം അച്ചു എന്നൊക്കെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പം മിന്നു തന്നെയാക്കി. അങ്ങനെ അപ്പോൾ അതാ തിരുമ്പലൊക്കെ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ മൂത്തച്ചിയായിരുന്നു ഷാരു എന്ന് പറഞ്ഞ ആൾ. മൂത്തച്ചിയാണ് കേട്ടോ, ശരണ്യ എന്നാണ് ആളെ പേര് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഷെയർ ഇട്ടിട്ടാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യലും. പിന്നെ ആൾക്ക് ചെറിയ മോളല്ലേ, ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതും നടക്കും. അതുൻ്റേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാനും അങ്ങനെ നടക്കും. ഓന് പിന്നെ അംഗനവാടി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ആൾ പോയിക്കോളും. പിന്നെ എനിക്ക് വർക്കിന് പോവാം. അപ്പോൾ അധികം ഞാൻ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഇപ്പോൾ ഇങ്ങനെ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ വർക്കും ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോ ഓഫാക്കിയിട്ട് നമ്മൾ വർക്കും കാര്യങ്ങളായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രീ കിട്ടുന്ന സമയത്താണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യണത്. പിന്നെന്താണ്, അപ്പോൾ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വൈകുന്നേരം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ എല്ലാവരും വരുന്നതിന് മുന്നേ ടേബിളൊക്കെ തുടച്ചിട്ടു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരുമ്പലൊക്കെ കഴിഞ്ഞ് ചിക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിക്കിയിട മീൻസ് തോരട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അയൽമ തോരൊക്കെ ഇട്ട് അതേ പിന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതൊക്കെ കഴിഞ്ഞ് ഇതാ മേലേക്ക് വന്നപ്പോൾ നല്ലൊരു സുഖം. കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് നടുക്കൊന്ന് നിർത്തിയപ്പം എന്താ അറിയില്ല, ഇവിടെ കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാ. അവിടെ ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് നോക്കി ഇങ്ങനെ കുറച്ച് നേരം വണ്ടിക്ക് ഇങ്ങനെ റോഡിൻ്റെ വക്ക തന്നെയാണല്ലോ വീട്. അപ്പോൾ കുറച്ചിങ്ങനെ കാപ്പിത്തോട്ടത്തിൻ്റെ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ല്, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ വെറൈറ്റി നമുക്ക് കാണുമ്പോൾ പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അതിനിടയിൽ നമ്മളെ അടുത്തുള്ള ചേച്ചി പശുവിനായിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പശുവിനെ നമ്മളെ പാടത്തുനിന്ന് കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ വീട്ടിലുള്ള വെള്ളം ബക്കറ്റിൽ ഇവിടെ നിന്ന് തന്നെ കൊടുക്കുകയാണ്. ഇത് ദാഹിച്ചിട്ടായിരിക്കും ചോദിച്ചാൽ ഇവിടെ തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്ത്. പിന്നെ അതാ കുറച്ച് തോനെ മടക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മടക്കി വെക്കുകയാണ്. എന്താണ്, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഉണങ്ങിയത് ഡ്രസ്സൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ നിന്നാണ് മടക്കിയിട്ട് താഴത്തെ അമ്മേൻ്റെ അച്ഛൻ്റെ ഡ്രസ്സുകളൊക്കെ താഴെ തന്നെ മടക്കിയിട്ട് അവിടെ അലമാരയിൽ കൊണ്ടുപോയി വയ്ക്കും. ഇവിടെ മേലത്തുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇവിടെ മേലെ കൊണ്ടുപോയിടുക കേട്ടോ. ഇവിടുന്ന് പിന്നെ ചിലപ്പോൾ 2 ദിവസമാവും, ചിലപ്പോൾ 1 ദിവസമാവും. നമ്മളെ ഫ്രീ കിട്ടുന്ന സമയത്ത് തന്നെ മടക്കി വയ്ക്കും. പിന്നെ അധികം കൂടണ്ടല്ലോ, ഞാൻ എന്നെ പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അപ്പം തന്നെ മടക്കി വയ്ക്കുകയെന്ന് വിചാരിച്ച്. എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കേണ്ടല്ലോ. കുറച്ച് പണിയാകുമ്പോൾ നമ്മളെ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറേ ടെൻഷനും സങ്കടങ്ങളും എല്ലതും നമുക്ക് മാറിക്കിട്ടും. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അധികം വർക്ക് എടുക്കുമ്പോൾ നമ്മൾ മറന്നു പോകും. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ടെൻഷനുകളുണ്ടാവും. അപ്പോൾ ചോദിക്കണ്ടാവും, ഇവൾക്ക് എന്ത് ടെൻഷനാണുള്ളത്, ഇവളങ്ങനെ ജീവിക്കുന്നതല്ലേ, ഇവൾക്ക് എന്ത് ടെൻഷനാണുള്ളത്, ഇവൾ ഇങ്ങനെയില്ലേ ഇങ്ങനെയില്ലേ. ഓരോരുത്തർ ചിലപ്പോൾ, പക്ഷെ ഓരോരുത്തർക്കും ഓരോരുത്തരായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൂടെ നമ്മൾ നമ്മളെ സന്തോഷം കണ്ടെത്തുക. നമുക്ക് ഏതാ നല്ലത് ഏതാ ചീത്തത് എന്നുള്ളത് തിരിച്ചറിയുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ നല്ലതിനാണ് ഞാൻ ഇങ്ങനെ വീഡിയോയും എൻ്റെ സമാധാനത്തിന്, എൻ്റെ സന്തോഷത്തിന്, എൻ്റെ ഹാപ്പിനെസ്സിനാണ് ഞാൻ ഈ ഡെയിലി വീഡിയോ ഇടുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് നന്ദി മാത്രം. ഒരുപാട് സന്തോഷം. നിങ്ങളിങ്ങനെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ പ്രത്യേകം മനസ്സിൽ നിന്നൊരു സന്തോഷം വരലാണ്. അപ്പോൾ എനിക്ക് പിന്നെ ഊർജ്ജം വരികയാണ്, നല്ല വീഡിയോ ചെയ്യണം,
നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നും. അതുപോലെ നമ്മളെ തളർത്താൻ കുറേ ആൾക്കാരുണ്ടാവും. അത് നമ്മൾ ഈ ചെവി കൂടെ കെട്ടി ഈ ചെവി കൂടെ വിടുക, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളതിങ്ങനെ മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല, അത് അങ്ങോട്ട് വിട്ട് കളയും. എന്നിട്ട് നമ്മൾ നമ്മളതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തി നല്ലപോലെ മുന്നോട്ട് മൂവ് ചെയ്യുക. നമുക്ക് പഠിക്കാനായാലും വർക്ക് ചെയ്യാനായാലും എന്തായാലും നമുക്ക് മുന്നോട്ട് നല്ലതായിട്ടുള്ളത് മൂവ് ചെയ്യുക കേട്ടോ. അപ്പം അമ്മ വരാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം മടക്കിവെക്കലും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് തോനുണ്ടായിരുന്നു കേട്ടോ. അതാണിങ്ങനെ, പിന്നെ ഞാൻ സ്പീഡപ്പ് ആക്കി. നിങ്ങൾക്കത് കണ്ടിട്ട് ഇങ്ങനെ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്പീഡപ്പ് ആക്കിയത്. പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ നിന്നപ്പോൾ പിന്നെ മടിയായിട്ട് അങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര മടിയായിരുന്നു. എന്താണെന്നറിയില്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മടിയാണല്ലോ. ഇനിയിപ്പം ഏട്ടൻ 21-ാം തീയതി നമ്മളെ സൺഡേ ആണ് ശബരിമലയ്ക്ക് പോകുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാം കേട്ടോ. വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പിന്നെന്താണ്, പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. കുറേ ആയി നമ്മളിങ്ങനെ ഒരു ചിരിച്ച് കളിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടല്ലേ, കുറേ ആയിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ വീട്ടിൽ നിൽക്കുമ്പോഴുള്ള ഓരോ പച്ചക്കറീൻ്റെ വീഡിയോ, അങ്ങോട്ട് പോകുന്നതൊക്കെ വീഡിയോയിലൊക്കെ ആയിരിക്കും ഇടുന്നുണ്ടാവുക. പിന്നെ കുറേ എനിക്ക് പനിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ വീഡിയോയിൽ അധികം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫുള്ള് കുരയാണ്, ഫുള്ള് ചുമക്കണതാണ്, ഇങ്ങനെ ചുമക്കുക തന്നെ. നല്ല പനിയായിരുന്നു. അബ്ദുവിനും എനിക്കും നല്ല പനിയാണ്. ഓന് മാറി, ഓന് സെറ്റായി. പക്ഷേ എനിക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ചുമ എപ്പോഴും മാറിയിട്ടില്ല. ചുമ ഇങ്ങോട്ട് ഇളകിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് സമയം അങ്ങനെ ചുമച്ചും കൊണ്ടേയിരിക്കും. പിന്നെ ഭയങ്കര ചുമയ്ക്കും. അങ്ങനെ നമുക്ക് ഛർദ്ദിക്കാൻ വേണ്ടി വരും, അങ്ങനെ ചുമയ്ക്കും. പിന്നെ അതേപോലെ ജലദോഷം. ഇപ്പോൾ പ്രത്യേകിച്ച് തണുപ്പല്ലേ, എന്ത് തണുപ്പാ മക്കളെ. ഇപ്പോൾ രാവിലെ കുളിക്കും വേണ്ടേ. ഏട്ടന് മറ്റേ ശബരിമലയ്ക്ക് മാലട്ടോണ്ടേ നമുക്ക് നേരത്തെ കുളിക്കലും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഭക്ഷണം ഉണ്ടാക്കുന്നല്ലേ അവർക്ക്. അപ്പം നേരത്തെ കുളിക്കണം, കുളിച്ചിട്ടാണല്ലോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കേണ്ടവർക്ക്. അപ്പം നേരത്തെ എണീക്കണോണ്ട് ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ മുടി നമുക്ക് ഉണക്കി കിട്ടൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വർക്കിനൊക്കെ പോകുമ്പോൾ ഭയങ്കര റിസ്ക് ആട്ടോ. നേരത്തെ എണീച്ചിട്ട് മുടി ഉണങ്ങേണ്ടി വരും. അപ്പം അതൊരു റിസ്ക്കാണ്. പക്ഷേ നമ്മുടെ നല്ല കാര്യത്തിനല്ലേ, അവന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും കഴിയാനായല്ലോ. ഇനി ആകെ 2 ദിവസമേ ഉള്ളൂ. അപ്പം ഇപ്പം എത്ര ദിവസം, കുറച്ച് ദിവസം വീട്ടിലായിരുന്നു കേട്ടോ. വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്കങ്ങനെ ഞാനെന്ന് പറഞ്ഞാൽ രാവിലെ ഫുഡ് കഴിക്കില്ല. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം വൈകി എണീച്ച് കഴിഞ്ഞാലും രാവിലെ ഫുഡ് കഴിക്കാണ്ട് കുറച്ച് നേരം ഇങ്ങനെ നടന്നിട്ട് കുളിച്ചതിന് ശേഷം ഉച്ചയ്ക്കാണ് ഉച്ചക്കത്തെ ചോറ് അങ്ങോട്ട് തിന്നും, അങ്ങനെ ചെയ്യൽ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അത് തീർത്തല്ലോ. പിന്നെ ചില ദിവസം നമുക്ക് വിശപ്പിളകി കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കുടിക്കണോണ്ട് പനീൻ്റെ നേരത്തെ എണീച്ച്, ചിലപ്പം നേരത്തെ നല്ല എണീക്കുന്ന സമയത്ത് കുളിച്ചതിന് ശേഷം ചായയൊക്കെ കുടിച്ച് മരുന്നൊക്കെ കുടിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ സുന്ദരി ടിയേൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ. അപ്പോൾ അതൊക്കെ മടക്കി അവളെ ഡ്രസ്സിൻ്റെ അവിടേക്ക് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ റൂമിൽ വന്ന് ഇനി ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തേക്കണം. ഇവിടെ കുറേ മടക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, ഞാൻ സെറ്റ് ആവട്ടെ, ഫ്രീ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എത്ര മടക്കി വെച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എനിക്ക് പിന്നെ കുറച്ച് വൃത്തി വേണം കേട്ടോ. എനിക്കിങ്ങനെ മടക്കി വെക്കുന്നതൊക്കെ കുറച്ച് ക്ലീനായിട്ട് നിൽക്കണം എന്നുള്ളൊരു ഒരാളാണ് ഞാൻ. ഡ്രസ്സ് ഇങ്ങനെ അവിടേക്കും ഇവിടേക്കും വലിച്ചിട്ട് കുറേ പുറത്തേക്കൊക്കെ ഇട്ട് വന്ന് എനിക്ക് അങ്ങനത്തേനോടൊന്നും താല്പര്യമില്ല കേട്ടോ. കുറച്ച് വൃത്തിയും മെനയും എന്ന് പറഞ്ഞില്ലേ, വൃത്തി വേണം എന്നുള്ളത് ഇതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പം അതിൻ്റെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും കാണാണ്ടൊക്കെ അതിൽ എന്നെയാണ് വിളിക്കുക. എന്നാലും ഞാൻ ഫുള്ള് വൃത്തിക്കാരി ആയതുകൊണ്ട് ഫുള്ള് വൃത്തിയാക്കി ഇതാക്കി കൊണ്ടേ ഒഴിവാക്കുകയൊക്കെ ചെയ്യും. അപ്പം എന്തെങ്കിലും കാണാണ്ടിയാലും ഇന്നെ വിളിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഉണ്ടാവും നമ്മളവിടെ അരുവിലുള്ള ഡ്രസ്സുകളൊക്കെ മറിഞ്ഞിരിക്കുകയാണ്. ഇനി അതൊക്കെ മടക്കി വെക്കണം എനിക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. വൈകുന്നേരമല്ലേ, അപ്പോൾ ഇനി ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി. രാവിലെ എന്തായാലും ബെഡ് ചിലപ്പോൾ വിരിച്ചിടൂല, ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ബെഡ് ക്ലീനാക്കാൻ എന്തായാലും കഴിയില്ല. അങ്ങനെ അമ്പുടു അവിടെ കിടക്കുന്നതാണ്. അപ്പോൾ അവനെ എണീപ്പിച്ചിട്ടേക്ക് വന്നാലും ബെഡ് വിരിച്ചിടാൻ പറ്റില്ലല്ലോ. പിന്നെ ഓനാണ് ഇറങ്ങി വരിക ചെയ്യുക. ഫാനൊക്കെ ഓഫാക്കി ലൈറ്റൊക്കെ ഓഫാക്കി ആൾ ചിലപ്പോൾ ഇറങ്ങി വരും, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കരഞ്ഞ് എണീച്ച് വരികയാണ് ചെയ്യുക. അപ്പം ബെഡും കാര്യങ്ങളൊന്നും അപ്പം വിരിച്ചിടാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ രാവിലത്തെ ആ തിരക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ വർക്ക് തുടങ്ങും. അത് കഴിഞ്ഞ് അമ്പുടിനെ ആക്കി കൊടുക്കും വേണം. അംഗനവാടിയിലാക്കി കൊടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യുക, ഫുഡ് കഴിക്കുക, പിന്നെ വർക്ക് ചെയ്യുക, അമ്പുടിനെ അംഗനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരിക. അപ്പോഴത്തേന് ഈ സമയമായി. പിന്നെ ഈ സമയത്ത് നമ്മൾ ബെഡ് വിരിച്ചിട്ട് പ്രത്യേകിച്ച് മണ്ണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ അടിച്ച് എഴുതി ഇടുന്ന സ്ഥലമല്ലേ. അപ്പോൾ അതാ ഒക്കെ മടക്കി നമ്മൾ വൃത്തിയാക്കി. ഇതിൻ്റെ ഇടയിൽ അമ്പുടിൻ്റെ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആൾക്കൊരു മൂത്രമൊഴിക്കലുണ്ടാവും. എന്നാൽ വയ്യാണ്ടാവുന്ന സമയത്താട്ടോ മൂത്രമൊഴിക്കുക. അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്നില്ല, വെറുതെ ഇടുന്നത്. ഞാൻ അത് ഒഴിവാക്കണം. ആളിപ്പം അങ്ങനെ മൂത്രമൊഴിക്കലൊന്നുമില്ല. ഇപ്പം നല്ല കുറച്ചായി, ഓന് സെറ്റായ സമയത്ത് പിന്നെ മൂത്രമൊഴിക്കാനൊക്കെ കുറച്ചായി നിന്നിട്ട്.
അതുകൊണ്ട് പിന്നെ വയ്യാണ്ടൊക്കെ ആകുമ്പോഴാണ് ആൾ മൂത്രമൊഴിക്കുക. അപ്പോൾ ഏട്ടനും അമ്പടും അവിടെ അപ്പുറത്തെ റൂമിൽ അവരെ റൂമിൽ കിടക്കുന്നുണ്ട്. നമ്മളെ വിളക്കൊക്കെ കത്തിക്കുന്ന സ്ഥലമാണ് കേട്ടോ, നമ്മളെ സ്വാമിമാർ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. ഇവിടെ ആ സ്പീക്കറിൽ പാട്ടിട്ടിട്ടുണ്ട്, അതാണ് ഞാൻ അവിടെ നിന്ന് ഡാൻസ് കളിച്ചത് മക്കളെ. അതൊക്കെ കഴിഞ്ഞ് ഏട്ടൻ അവിടെ കിടന്ന് ഉറങ്ങി എണീച്ച് ഏട്ടന് വയ്യ ഒന്ന് ചായ ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചായ ഉണ്ടാക്കി. നമ്മളെ മറ്റേ ക്രീം ബന്ന് ഉണ്ടല്ലോ അതുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പം ഞാൻ കട്ടൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ കട്ടൻ എന്താ ഇവിടെ ഗ്യാസിൻ്റെ അവിടെ വെക്കുകയാണ്. കട്ടൻ വെച്ച് കഴിഞ്ഞാൽ ഏട്ടന് കട്ടനാണ് ഇഷ്ടം, പാലൊന്നും ഏട്ടൻ കുടിക്കില്ല. ഞാൻ പിന്നെ ചായയെ കുടിക്കില്ല, പാലേ കുടിക്കില്ല, ഒന്നുമില്ല. ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഒറ്റ പാല് കുടിച്ചതാണ്, പിന്നെ ഞാൻ പാലൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ പഞ്ചസാര ചായപ്പൊടിയൊക്കെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ നേരെ ഏട്ടന് ചായയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്പടൂന് വിശക്കുണ്ട്, അമ്മ ചോറ് വേണമെന്ന് പറഞ്ഞ് അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്. ടാട്ടൻ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ടാട്ടൻ വന്ന് പിന്നെ അപ്പോൾ അമ്മ പുറത്ത് പോയി പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അമ്മ പോയിരുന്നു. അതിൻ്റെ ഇടയിൽ അതൊക്കെ വാങ്ങി വന്നു. അമ്മ അടുക്കളയിലുണ്ട്. അപ്പോൾ ഞാനിത് അമ്പടൂന് ചോറ് കൊടുക്കുകയാണ്. ഏട്ടന് ചായയും അതുപോലെ മറ്റേ ക്രീം ബന്നും ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എവിടെ നമ്മളെ ടേമിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏട്ടനോട് വന്ന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും അമ്പടും അവിടെ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് കണ്ടോ നമ്മൾ വൈകുന്നേരമായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്പടൂനോട് അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക്. അതിൻ്റെ ഇടയിൽ ഒരു വിമാനം വന്നു, വിമാനത്തിനെ കാണിച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ സമയം സന്ധ്യാനേരം ആകുമ്പോൾ കുറേ കിളികൾ ഇങ്ങനെ പോട്ടോ, വരിവരിക്കല്ല അങ്ങനെ അവരൊരു വലുതായിട്ടുള്ള രൂപങ്ങളുണ്ടല്ലോ കുറേ ഇങ്ങനെ, അങ്ങനെ ഒരു മോഡലൊക്കെ ആയിട്ട് അങ്ങനെ കുറേ കിളികൾ ഒപ്പരം പോകട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ. എങ്ങനെയെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ ഇട്ട് കൊടുക്കാൻ പാടില്ല, ഞാനങ്ങനെ ഫോൺ ഇട്ട് കൊടുക്കലില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചോട്ടെ വെച്ച് പറഞ്ഞാൽ നമുക്ക് വെജിറ്റേറിയൻ അല്ലേ, അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചോട്ടെ വെച്ച്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചീൻ്റെ കൂടെ ഞാൻ അമ്പലത്തേക്ക് വന്ന് തന്നെയാണ് കേട്ടോ ഭജനയ്ക്ക് വന്നിരിക്കുക. ഞാനും പത്മവും അമ്പടും കൂടി ഞങ്ങൾ ഭജനയും ഭജനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടുന്ന് ഒരു ഭിക്ഷ ഉണ്ടായിരുന്നു, അത് കഴിച്ച്. ഇന്ന് പത്മത്തിൻ്റെ മകൻ്റെ നല്ല ഉണ്ണിക്കുട്ടൻ്റെ ചിലവായിരുന്നു കേട്ടോ. ചിലവല്ല മറ്റേ ഭിക്ഷയായിരുന്നു. അപ്പോൾ പൊറാട്ടയും ഗ്രീൻ പീസ് കറി കുറുമയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോന്നു. ഞങ്ങൾ മൂന്നാളും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് പോരുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളിതാ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഇന്നത്തെ കുട്ടി വീഡിയോ ആണ്. ഇനി നമ്മൾ കിടന്നുറങ്ങണം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതാ അമ്പടും അവിടെ ഫോണിൽ കളിക്കില്ല അല്ല, നമ്മുടെ ഫോണിൽ കളിക്കലാണ്. ഇനി അവനെ ഉറക്കണം, എനിക്ക് കിടന്നുറങ്ങണം. ഏട്ടൻ വന്നിട്ടില്ല കേട്ടോ, ഏട്ടൻ വന്നിട്ട് വേണം, ഏട്ടനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓക്കെ.